സഭയുടെ ബജറ്റ് സമ്മേളനം വെട്ടിച്ചുരുക്കി. ബജറ്റ് പൂർണ്ണമായി പാസാക്കാനായി മാർച്ച് 27 വരെ നിശ്ചയിച്ചിരുന്ന സഭ 4 മാസത്തെ വോട്ട് ഓൺ അക്കൌണ്ട് മാത്രം പാസാക്കി ഫെബ്രുവരി 15-ന് പിരിയും. ബജറ്റ് അവതരണം നേരത്തെയാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ വഴങ്ങിയില്ല. തീയതി മാറ്റുന്നതിനെ ചൊല്ലി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ നടന്ന സംഭാഷണം രൂക്ഷമായ ഏറ്റുമുട്ടലിലാണ് കലാശിച്ചത്. വാക്പോര് കനത്തതോടെ പ്രതിപക്ഷം കാര്യോപദേശക സമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിയമസഭാ സമ്മേളനത്തിന് തീയതികൾ പുനഃക്രമീകരിക്കുന്ന കാര്യം ചർച്ച ചെയ്യാൻ ചേർന്ന കാര്യോപദേശക സമിതി യോഗമാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള രൂക്ഷമായ വാക്പോരിന് വേദിയായത്. കോൺഗ്രസ് പ്രചരണ ജാഥയിൽ പങ്കെടുക്കേണ്ടതിനാൽ ബജറ്റ് അവതരണം ഫെബ്രുവരി 2-ലേക്കും ബജറ്റ് ചർച്ച 5, 6, 7 തീയതികളിലേക്കും മാറ്റണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അഭ്യർത്ഥിച്ചു. മുൻപും പല പാർട്ടികളുടെയും ജാഥയുടെ സൗകര്യാർത്ഥം സഭാ സമ്മേളനം പുനഃക്രമീകരിച്ചുള്ള കാര്യവും പ്രതിപക്ഷ നേതാവ് ഓർമ്മിപ്പിച്ചു. ബജറ്റ് തീയതിയും ചർച്ചയും ഒരു കാരണവശാലും മാറ്റില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഇതോടെ പൊതുവെ സമവായത്തിൻ്റെ വേദിയായി അറിയപ്പെടുന്ന കാര്യോപദേശക സമിതി രൂക്ഷമായ തർക്കത്തിന് വഴിമാറി. സഭാ നടപടികളുമായി പ്രതിപക്ഷം നന്നായി സഹകരിക്കുന്നുണ്ടെങ്കിലും സർക്കാരിൽ നിന്ന് ആ സഹകരണമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. നിങ്ങളുടെ സഹകരണം എന്താണെന്ന് നാട്ടുകാർ കാണുന്നുണ്ടെന്നും അമ്മാതിരി വർത്തമാനമൊന്നും ഇങ്ങോട്ട് വേണ്ടെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. നിങ്ങളോട് പറഞ്ഞിട്ടോ തീരുമാനിച്ചിട്ടോ അല്ല ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇമ്മാതിരി വർത്തമാനം ഇങ്ങോട്ടും വേണ്ടെന്ന് സതീശൻ തിരിച്ചടിച്ചു. മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ പ്രകോപിതരായ പ്രതിപക്ഷം യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. പ്രതിപക്ഷം യോഗത്തിൽ നിന്ന് പോയെങ്കിലും അവരുടെ ആവശ്യം കൂടി കണക്കിലെടുത്ത് ബജറ്റ് സമ്മേളനം വെട്ടിച്ചുരുക്കി. മാർച്ച് 27 വരെ സമ്മേളിക്കാനിരുന്ന സമ്മേളനം ഫെബ്രുവരി 15-ന് പിരിയും. നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ ബജറ്റ് അവതരണം ഫെബ്രുവരി 5-നും ചർച്ച 12 മുതൽ 15 വരെയും നടക്കും. ബജറ്റ് പൂർണ്ണമായി പാസാക്കാനാണ് നീണ്ടകാലത്തെ സമ്മേളനം വിളിച്ചതെങ്കിലും തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് 4 മാസത്തെ വോട്ട് ഓൺ അക്കൌണ്ട് പാസാക്കി പിരിയാനാണ് ധാരണ. ബജറ്റ് വകുപ്പ് തിരിച്ച് പാസാക്കുന്നതിന് ജൂലൈയിൽ വീണ്ടും സഭ സമ്മേളിക്കും. റിപ്പോർട്ടർ ആർ. ശ്രീജിത്തിൻ്റെ റിപ്പോർട്ടർ, തിരുവനന്തപുരം.